കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ വിദ്യാർത്ഥികളും കോളേജ് പ്രിൻസിപ്പലും തമ്മിൽ സംഘർഷം. ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പുറത്തുനിന്ന് സംഘടിച്ചെത്തിയ എസ്എഫ്ഐ പ്രവർത്തകർ തന്നെ ആക്രമിച്ചെന്ന് പ്രിൻസിപ്പലാണ് തങ്ങളെ ആക്രമിച്ചതെന്ന് എസ്എഫ്ഐ പ്രവർത്തകരും ആരോപിച്ചു. ഒന്നാം വർഷ ബിരുദ ക്ലാസുകൾക്ക് അഡ്മിഷനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഹെൽപ്പ് ഡെസ്ക് ഇടുന്നതിനാണ് എസ്എഫ്ഐ പ്രവർത്തകർ പ്രിൻസിപ്പലിനെ സമീപിച്ചത്. ഹെൽപ്പ് ഡെസ്കിന് പ്രിൻസിപ്പൽ അനുവാദം നിഷേധിച്ചതോടെ വിദ്യാർത്ഥികളും പ്രിൻസിപ്പാളുമായി തർക്കം ആരംഭിച്ചു. തുടർന്ന് തർക്കം മൂർച്ഛിച്ച് കയ്യാങ്കളിയിലേക്ക് എത്തുകയായിരുന്നു. പുറത്തുനിന്നുള്ളവരുൾപ്പെട്ട ഒരു സംഘം തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്നും തന്നെ സംരക്ഷിക്കാൻ ശ്രമിച്ച സഹപ്രവർത്തകരെയും എസ്എഫ്ഐക്കാർ മർദ്ദിക്കാൻ ശ്രമിച്ചുവെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കർ ആരോപിച്ചു. പുറത്തുനിന്നുള്ള ഒരു 10-15 ആളുകൾ വന്നിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ്. അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ കോളേജിൽ ഞങ്ങൾ ഹെൽപ്പ് ഡെസ്ക് ഇടും, ബലമായിട്ട് തന്നെ ഇടുമെന്ന്. ഞാൻ പറഞ്ഞു, അത് പറ്റില്ല, നിങ്ങൾ തെറ്റായിട്ടുള്ള വിവരം അഡ്മിഷന് വരുന്ന പാരൻസിന് കൊടുക്കാൻ പാടില്ല, അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയതിന് ശേഷം കൊടുക്കാൻ പറ്റുള്ളൂ. മന്ത്രിയുടെ യോഗം കഴിയട്ടെന്ന്. ആ നേരം കൊണ്ട് കൈ ഉയർത്തി എന്നെ അടിക്കാൻ വന്നപ്പോൾ എൻ്റെ 2-3 അധ്യാപകരോടുണ്ട്. അവർ പറഞ്ഞ് പ്രിൻസിപ്പലിനെ തന്നെ വെച്ചു. അപ്പോൾ കൈകൊണ്ട് തടഞ്ഞു. ഞാൻ കൈകൊണ്ട് തടഞ്ഞു അടിക്കാനായിട്ട് വന്നപ്പോൾ. അങ്ങനെ ഞാൻ അതിനുശേഷം റൂമിലേക്ക് കയറിപ്പോയി. പിന്നീട് ഇവർ റൂമിനുള്ളിൽ വന്നിട്ട് എന്നെ നന്നായിട്ട് അടിച്ചു. ശരീരത്തിൻ്റെ മുമ്പിലും പുറകിലും കയ്യിലും എല്ലാം അടിച്ചു. സംഘർഷത്തിൽ പരിക്കേറ്റ പ്രിൻസിപ്പലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൈക്ക് പരിക്കുണ്ടെന്നും എക്സ്റേ എടുക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചതായും പ്രിൻസിപ്പൽ അറിയിച്ചു. അതേസമയം ഹെൽപ്പ് ഡെസ്കിന് അനുവാദം ചോദിക്കാനെത്തിയ എസ്എഫ്ഐ ഏരിയ പ്രസിഡന്റ് അഭിനവ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പ്രിൻസിപ്പൽ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് എസ്എഫ്ഐയുടെ ആരോപണം. കയ്യാങ്കളിയിൽ നിരവധി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രിൻസിപ്പൽ തങ്ങളെ ആക്രമിച്ചെന്ന് കാണിച്ച് എസ്എഫ്ഐ പ്രവർത്തകർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.